ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ചെലവ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ പൊടികളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവാക്കി എടുക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ദോശമാവിനെക്കാട്ടിലും ലൂസായിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് മുഴുവനും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കട്ടയൊക്കെ ഉടച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവുള്ളത്. നമ്മുടെ ദോശമാവിനെക്കാട്ടിനൊക്കെ കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളത്തിൽ ഒരു ആണി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുത്ത ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ആ ഒരു പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് അവിലോ ബ്രൗൺ അവിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ആക്കി നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു പാനിൽ തന്നെയാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗം വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്ത ശേഷം കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല രുചിയുള്ള കറിയൊന്നും വേണ്ടാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.